ഹലോ, ഞാൻ ദേവി ദീപ്ത. വെൽക്കം ടു മൈ ചാനൽ ദേവി ദേവമോഹനം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വരുന്നത് ഒരു അവേക്കൻഡ് ആയിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നതെന്നുള്ളതാണ്. ഒരാൾ അവേക്കൻഡ് ആയാൽ എന്തൊക്കെയായിരിക്കും ആ ആൾക്കുണ്ടാകുന്ന ചേഞ്ചസ്. കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു നമ്മളൊരു 3D പെർസ്പെക്റ്റീവിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊരു 5D പെർസ്പെക്റ്റീവിൽ നിന്ന് കണ്ടു തുടങ്ങും. അതായത് ഒരു ഹയർ പെർസ്പെക്റ്റീവിൽ നിന്ന് കണ്ടു തുടങ്ങും. അതായത് നമ്മളിപ്പോൾ ആരെങ്കിലും വേദനിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തെങ്കിലും നമ്മളൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെക്കില്ല. ഒരു 3D പേഴ്സൺ ആണെങ്കിൽ അത് വെക്കും, അവരുടെ അടുത്ത് പകരം വീട്ടണം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ അവരുടെ അടുത്തൊരു വൈരാഗ്യം വെക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊരു 3Dയിലുള്ള ആളാണെങ്കിൽ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ അവേക്കണിങ് തുടങ്ങി കഴിയുന്ന ഒരാൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവരങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും ഒരു റീസൺ കാണും. ഒന്നി ഒരു കർമ്മയുടെ കടം വീട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ലെസനായിരിക്കാം. ഇങ്ങനെ കാണും. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് പഴയ ഫ്രണ്ട്സ് ആയിട്ടൊരു കണക്ഷൻ പോകും. അതായത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്കൊരു കണക്ഷൻ പോകും. അത് മാത്രമല്ല, നമുക്ക് പുതിയ പുതിയ കണക്ഷൻസ് വരികയും ചെയ്യും. അതായത് പുതിയ നമ്മുടെ സോൾ കണക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട്, അതായത് നമ്മുടെ സോൾ ട്രൈബ്, നമ്മുടെ സോൾ ഫാമിലി വന്ന് കണക്റ്റ് ചെയ്യും. അത് യൂണിവേഴ്സ് നമ്മളെ കണക്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള കണക്ഷൻസ് ഒന്നും നമുക്ക് പിന്നെ ഇഷ്ടമാകത്തില്ല. നമുക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പോ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പോ ഒന്നും നമുക്ക് ഇഷ്ടമാകത്തില്ല. നമുക്ക് ഡീപ്പായിട്ടുള്ള കണക്ഷൻസാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു ഫേക്കായിട്ടുള്ളൊരു കണക്ഷനും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് വളരെ സാധാരണ കാര്യങ്ങൾ സംസാരിക്കുന്നു, സാധാരണ പോലത്തെ രീതികൾ, അതായത് ഗോസിപ്പ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്കിഷ്ടമാകത്തില്ല. നമുക്കതൊന്നും സംസാരിക്കാൻ തോന്നത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറാൻ നോക്കും. നമുക്ക് കണക്റ്റ് ചെയ്യത്തില്ല. അതൊരു ഗോസിപ്പിൻ്റെ ലെവലിൽ പോയാൽ അവരുടെ കാര്യങ്ങൾ, വേറൊരാളുടെ കാര്യങ്ങൾ, നമ്മളതിലൊന്നും ഇൻട്രസ്റ്റഡ് ആയിരിക്കത്തില്ല. അവരൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ഒരു സ്വഭാവം ഒരു പ്രത്യേക രീതിയിലാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും. അതായത് അത് ഫോർത്ത് പോയിന്റിലോട്ട് വരികയാണ്. അതായത് ജഡ്ജ്മെൻറ്റ് കുറയും. നമ്മൾ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത് കുറയും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ ആ ഒരു ചിന്ത എത്തും. അടുത്തതെന്ന് വെച്ചാൽ, നമ്മൾ വളരെ ഹൈ വൈബ്രേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അവേക്കണിങ് തുടങ്ങിയ ഉടനെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഹൈ വൈബ്രേഷനിലെത്തത്തില്ല. നമ്മളെ ഹീലിങ്ങും എല്ലാം ഇങ്ങനെ ഓരോ ഫേസ് കടന്ന് നമ്മൾ നമ്മുടെ വൈബ്രേഷൻ റേസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ റേസ് ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മളായിട്ട് കണക്ട് ചെയ്ത് വരും. അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ആണ് കണക്ട് ചെയ്ത് വരുന്നതെന്നല്ല, അല്ലാത്ത ആൾക്കാരും കണക്ട് ചെയ്ത് വരാം. കാരണം നമുക്ക് ലെസൺസൊക്കെ ലേൺ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും വരും. നമ്മുടെ വൈബ്രേഷനായിട്ട് മാച്ച് ചെയ്യാത്തവരും വരും. നമുക്ക് വൈബ്രേഷനായിട്ട് മാച്ച് ചെയ്യുന്നവർ കൂടുതൽ കണക്റ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ പിന്നെ വേറൊരു സംഭവം ഉണ്ടാകുമെന്ന് വെച്ചാൽ, വളരെ ലോ വൈബ്രേഷനിൽ നിൽക്കുന്ന ആൾക്കാർ, നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്തിരുന്ന കുറേ ആൾക്കാർ, അവർ സ്വന്തമായിട്ട് തന്നെ മാറിപ്പോവും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത് സംസാരിക്കാൻ തോന്നത്തില്ല. അടുത്തൊരു ദേഷ്യമോ ഒന്നും കൊണ്ടല്ല, നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവരുമായിട്ട്. അതാണ് അടുത്ത പോയിൻറ്റ്. അവർ തന്നെ അല്ലെങ്കിൽ മാറും. കാരണം വൈബ്രേഷൻ മാച്ച് ചെയ്യാത്തത് കൊണ്ട് മാത്രം അങ്ങനെ ചില കാര്യങ്ങളിൽ സംഭവിക്കാറുണ്ട്. പിന്നെന്ന് വെച്ചാൽ, അടുത്തത് നമ്മളൊരു പീപ്പിൾ പ്ലേസിങ്. അതാണ് സൊസൈറ്റിയിൽ നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന കാര്യം. കൂടുതൽ ആൾക്കാരും പീപ്പിൾ പ്ലേസേഴ്സാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് നമ്മുടെ മനസ്സ് നമ്മളടുത്ത് നോ എന്ന് പറയുമ്പോഴും വേറൊരാളടുത്ത് നമ്മൾ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് എസ് പറയുക. ആ ഒരു സ്വഭാവം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറും. അതായത് നമ്മുടെ മനസ്സ് നോ എന്ന് പറയുന്നത് നമ്മൾ വേറൊരാൾക്ക് വേണ്ടി എസ് പറയില്ല. നമ്മൾ അവരുടെ അടുത്തും നോ തന്നെ പറയും. കാരണം നമ്മുടെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. അവിടെ നമ്മളെ ഹേർട്ട് ചെയ്തിട്ട് നമ്മൾ വേറൊരാളുടെ അടുത്ത് എസ് പറയില്ല. അത് പീപ്പിൾ പ്ലേസേഴ്സാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യില്ല. നെക്സ്റ്റ്, ഇതേപോലെ നമ്മൾ സൊസൈറ്റിയും പ്ലീസ് ചെയ്യില്ല.
അതായത് സൊസൈറ്റിയെ പ്ലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മറ്റുള്ളവരുടെ ഒരു എന്താ പറയുക ഗുഡ് ബുക്സിൽ വരാൻ നോക്കുക, അങ്ങനെയൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല നമുക്ക് തോന്നും. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡിവൈനെയാണ്, നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ സോളിനെയാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് പാത്തിലാണെന്നുള്ളത് നമുക്കറിയാം. അത് സൊസൈറ്റിയിലുള്ള മറ്റുള്ളവർക്ക് അറിഞ്ഞാലും ഇല്ലെങ്കിലും നമുക്കറിയാം. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും നമ്മളെ ജഡ്ജ് ചെയ്താലോ ക്രിട്ടിസൈസ് ചെയ്താലോ നമുക്കതൊരു വിഷയമല്ല. കാരണം നമ്മൾ അത്രയും ഒരു ഹൈ പവറാണ് നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടും ഗൈഡ് ചെയ്തുകൊണ്ടും പോകുന്നത്, പിന്നെ നമ്മുടെ സോളും. അപ്പം നമ്മളത് മാത്രമേ ഫോളോ ചെയ്യൂ. അപ്പം നാം സൊസൈറ്റി പ്ലേസ് ചെയ്യിക്കൽ നിർത്തിയിട്ട് നമ്മുടെ സോളിനെ പ്ലേസ് ചെയ്യിക്കും. അതാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് പോയിൻറ്റ്. പിന്നെ നമ്മൾ ഡിവൈനുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവും. നമ്മൾ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവും, ഏഞ്ചൽസുമായിട്ട് കണക്റ്റഡ് ആവും. നമുക്കൊരുപാട് സയൻസ് ആൻഡ് സിങ്ക്രോണിസിറ്റീസ് ഡിവൈൻ, യൂണിവേഴ്സ്, ഏഞ്ചൽസ് ഒക്കെ തരും. നമ്പർ സിങ്ക്രോണിസിറ്റീസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ പല റിപ്പീറ്റഡ് നമ്പേഴ്സ് കാണും, റിപ്പീറ്റഡ് സോങ്സ് കേൾക്കും. ഒരുപാട് സിങ്ക്രോണിസിറ്റീസ് ഉണ്ടാവും നമ്മുടെ ഈ അവേക്കണിങ് തുടങ്ങുമ്പോൾ. പിന്നെ നമ്മുടെ ഒതൻറ്റിക് സെൽഫാവും. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മുഖം അല്ലാതെ ശരിക്കും വേറൊരു മുഖം, അത് ശരിക്കും അവേക്കൻഡ് ആയിട്ടൊരു സോള് അങ്ങനെ ആയിരിക്കില്ല. അവർക്ക് ഒരു മുഖമായിരിക്കും എല്ലാവരെയും മുന്നിൽ. അവരാരെ മുമ്പേ ഒരു ഫേക്ക് ആയിട്ട് വേറൊരു മുഖം വെച്ചിട്ട് യഥാർത്ഥത്തിലുള്ള അവരെ അവർ ഹൈഡ് ചെയ്ത് വെക്കില്ല. ഞാനിങ്ങനെയാണ് എന്ന് പറയും. അത് ഇഷ്ടമുള്ളവർ ഇഷ്ടപ്പെടട്ടെ, ഇഷ്ടമില്ലാത്തവർ ഇഷ്ടപ്പെടേണ്ട, അവരെന്തെങ്കിലും മനസ്സിലാക്കുമ്പോൾ ഇഷ്ടപ്പെടട്ടെ എന്ന് വിചാരിക്കും. അല്ലാതെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ മാറില്ല. നമ്മളെന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് ശരിക്കുള്ള ഒരു മെയിൻ പോയിൻ്റ് ഇതിൽ. നമ്മൾ ആരെന്ന് നമുക്ക് മനസ്സിലാവും, നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് വന്നതെന്ന് മനസ്സിലാവും. അതായത് നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ പിന്നെ നമ്മളായിട്ട് തന്നെ നിൽക്കും. എന്നാൽ അവിടെ നമുക്കൊരു പീപ്പിൾ പ്ലീസർ ആവേണ്ട ആവശ്യമോ മറ്റുള്ളവരെ നമുക്ക് എന്താ പറയുക പ്ലീസ് ചെയ്യേണ്ട ഒരു ആവശ്യമോ നമുക്ക് വരണില്ല. അപ്പോൾ ഇതാണ് കുറച്ച് പോയിൻറ്റ്സ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കി പോയിൻറ്റ്സ് പറയാം. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.